കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആഴ്ച ഒന്നാം ദിവസം രാവിലെ കർത്തൃപാദ വീട്ടിലായിരിക്കാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. നമ്മെ ഓരോ ദിവസവും ദൈവം അത്ഭുതകരമായി നടത്തുന്നു. ഈ വർഷത്തിന്റെ 10 മാസം കടന്നുപോയി. ഈ കഴിഞ്ഞ ഒരു മാസം കടന്നുപോയത് അത്ഭുതാവഹമാണ്. ഓരോ ദിവസവും നമ്മൾ എണ്ണി എണ്ണി മുൻപോട്ട് നീങ്ങുകയാണ്. ഒരു ദിവസത്തിന്റെ ഓരോ മണിക്കൂറും നിർണായകമാണ്. ഓരോ മണിക്കൂറിന്റെ ഓരോ മിനിറ്റും വളരെ ശ്രദ്ധയോടുകൂടെയാണ് നാം നീങ്ങുന്നത്. എന്തുകൊണ്ട്? ഭയാനകമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇന്ന് മനുഷ്യനായിരിക്കുന്നത്. നാം ഇന്നത്തെ ലോകാന്തരീക്ഷം ബാധിക്കാത്തവരാരുമില്ല. മുഖ്യമായി ഇന്നത്തെ മഹാമാരി എന്നുള്ളതായിരിക്കുന്ന ഈ രോഗം ബാധിക്കാത്തവരാരും തന്നെ ഇന്നില്ല. സകല മനുഷ്യരെയും ബാധിക്കുന്ന കൂട്ടത്തിൽ ദൈവമക്കളാകുന്ന ഓരോരുത്തരെയും അത് ബാധിക്കുന്നുണ്ട്. പക്ഷേ വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങളാണ് അതിനുണ്ടാകുന്നത്. ലോകത്തെ ഇത് ബാധിക്കുമ്പോൾ അവർ ഭയത്തിലും നിരാശയിലും വിഷാദ രോഗത്തിലും ആത്മഹത്യയിലും ജീവിതം അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇതിന്റെ അനന്തരഫലമാണ് നാം നമ്മുടെ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത്. ഭൂരിഭാഗം പേർക്കും അവരവരുടെ വീട്ടിലിരുന്നു കൊണ്ടാണ് ആരാധിപ്പാൻ കഴിയുന്നത്. എന്നാൽ ഈ സമയത്തെ ദൈവമക്കൾ മാത്രമേ പ്രയോജനപ്പെടുത്തുന്നുള്ളൂ. ദൈവമക്കളിൽ തന്നെ ആരാധന എന്താണെന്നോ, ദൈവവുമായിട്ടുള്ള സംസർഗം എന്താണെന്നോ, ഭാവി പ്രത്യാശ എന്താണെന്നോ അറിയുന്നവർ മാത്രമേ ഈ സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് നമുക്കറിയാം. നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യേ വരുന്നു. നമ്മുടെ കർത്താവ് ആർക്ക് വേണം അവർക്കുണ്ട്. പത്മോസ് ദ്വീപിൽ യോഹന്നാൻ നാട് കടത്തപ്പെട്ടതാണ്. ആരും മനുഷ്യരെ ആരെയും കാണുന്നില്ല. മൃഗത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഭീകരജീവികൾ ചുറ്റുമുണ്ട്. എന്നാൽ ഒറ്റയ്ക്കായിരിക്കുന്ന ആ സന്ദർഭത്തിൽ എനിക്ക് എന്റെ കർത്താവിനെ ആരാധിക്കണമെന്നുള്ള ഒരു വാഞ്ചയുണ്ടായിരുന്നു. അതുകൊണ്ട് തനിക്ക് കർത്തൃദിവസം നഷ്ടപ്പെട്ടില്ല. കർത്തൃദിവസത്തിൽ താൻ ആരാധിക്കാനിരുന്നു. ആത്മവിവശതയിലായി താൻ ആരാധിക്കുന്ന കർത്താവിത തന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഇതുപോലെ ഇന്ന് പകലിൽ ദൈവത്തെ അർത്ഥിയോടെ ഒരുക്കത്തോടെ ആരാധിക്കുന്നവരുടെ മുമ്പിൽ കർത്താവ് വന്നിരിക്കുന്നത് അവർ ദർശിക്കുന്നു. ഒരു വിശ്വാസത്താൽ അത് കാണുന്നു. അവൻ ഇവിടെയുണ്ട്, എന്റെ മുമ്പിലുണ്ട്, എന്റെ കർത്താവ് എന്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ തങ്ങളെ തന്നെ താഴ്ത്തുകയും പരിശോധിക്കുകയും ശുദ്ധീകരിക്കുകയും ദൈവസന്നിധിയിൽ പിന്നെയും ഒരുക്കപ്പെടുകയും ചെയ്യുന്ന അനുഭവമാണ്. അതാണ് ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ആരാധന അനുഭവമാകുന്നതും ആരാധനയുടെ ഫലം രുചിപ്പാനിടയായിത്തീരുന്നതും ആരാധിച്ച് സന്തോഷിപ്പാനിടയായിത്തീരുന്നതും. ദൈവം ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്കാണല്ലോ നോക്കുന്നത്. നമുക്കൊരു വേദഭാഗം വായിക്കാം. സദൃശവാക്യങ്ങൾ, പ്രോവർബ്സ്, നീതിമൊഴികൾ 17-ാം അധ്യായം 22-ാം വാക്യം. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. ഇംഗ്ലീഷിൽ അതെങ്ങനെ? A cheerful heart is good medicine, but a crushed spirit dries up the bones. A cheerful heart, merry heart, is a good medicine. സ്തോത്രം. വലിയ മെഡിസിനാണ് സന്തുഷ്ട ഹൃദയം. ചിയർഫുൾ ഹാർട്ട്, മെറി ഹാർട്ട്. ഹൃദയത്തിന്റെ അവസ്ഥ അനുസരിച്ചാണ് അവരുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ, അവരുടെ പരിസരങ്ങൾ, അവരഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെയൊക്കെയും അവർ ജയിക്കുന്നത്. ദൈവം ഒരു മനുഷ്യനോട്, ഒരു പാപിയായ മനുഷ്യനോട് ചോദിക്കുമ്പോൾ, മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക എന്ന് പറയുന്നു. നിന്റെ ശബ്ദം എനിക്ക് തരിക എന്നോ, നിന്റെ ധനം എനിക്ക് തരിക എന്നോ,
നിന്റെ ശരീരം എനിക്ക് തരിക എന്നോ അല്ല പറയുന്നത്, നിന്റെ ഹൃദയം എനിക്ക് തരിക എന്ന് പറഞ്ഞാൽ ഹൃദയം കൊടുത്താൽ അതോടുകൂടെ സകലവും കൊടുത്തു എന്നർത്ഥം. ഹൃദയമാണല്ലോ മനുഷ്യന്റെ കേന്ദ്രബിന്ദു. ആ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. ഹൃദയത്തിന്റെ അവസ്ഥ ലോകത്തിന്റെ ജ്ഞാനികളും അത് തന്നെ പറയുന്നുണ്ടല്ലോ. മനഃശാസ്ത്ര വിദഗ്ധരും ഒക്കെയും പറയുന്നത് ഒരു മനുഷ്യന്റെ ഉള്ളത്തിനനുസരിച്ചാണ് അവരുടെ ആരോഗ്യം, രോഗസൗഖ്യം എല്ലാം എന്നാണ്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അവന്റെ ഉള്ളിൽ മറ്റുള്ളവരോട് പക, വിദ്വേഷം, അസൂയ, കോപം ഇതൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ശരീരത്തിന് തന്നെ രോഗമായി തീരുമെന്ന് ഇന്നത്തെ ജ്ഞാനികൾ സമ്മതിക്കുന്നുണ്ട്. സദൃശവാക്യങ്ങളിൽ ശലോമോനാകുന്ന വലിയ ജ്ഞാനി ഇങ്ങനെ പറഞ്ഞു, അസൂയ അസ്ഥികൾക്ക് ദ്രവത്വമാണ്. അപ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിലെ അവസ്ഥയ്ക്കാണ് മാറ്റം സംഭവിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് സന്തുഷ്ട ഹൃദയം വലിയ ഔഷധമാണ്, വലിയ മെഡിസിനാണ്. ശാരീരിക സൗഖ്യം, മാനസിക സൗഖ്യം, ആത്മീക സൗഖ്യം ഇതെല്ലാം ആ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അതിന്റെ 4-ാം അധ്യായത്തിൽ, സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം 23-ാം വാക്യത്തിൽ, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നല്ലോ ആണെന്ന്. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നല്ലോ ആകുന്നത്. നിന്റെ ഹൃദയമാണ് ശരിക്കും സൂക്ഷിക്കേണ്ടത്. ഹൃദയം എങ്ങനെ ഇരിക്കുന്നു എന്ന് എപ്പോഴും ഡിലിജൻസ് ആയിരിക്കണം, വളരെ ശ്രദ്ധിക്കണം, വളരെ ജാഗ്രതയായിരിക്കണം. ശരീരത്തിന്റെ സൗന്ദര്യം ഒരു മനുഷ്യൻ ശ്രദ്ധിക്കുന്നു, ശരീരത്തിന്റെ ആരോഗ്യം മനുഷ്യൻ ശ്രദ്ധിക്കുന്നു, ശരീരത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ വീടായാലും വാഹനങ്ങളായാലും ജോലിയായാലും എല്ലാം ശ്രദ്ധിക്കുന്നു. എന്നാൽ ഹൃദയത്തിന്റെ നിലവാരം ശ്രദ്ധിക്കുന്നത് യഥാർത്ഥത്തിൽ കർത്താവാണ്. കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നു. അതുകൊണ്ട് ഞാനീ പറയുകയാണ്, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അവിടെയാണ്. ജീവന്റെ കേന്ദ്രം അവിടെയാണ്, ഹൃദയമാണ്. രക്തചംക്രമണത്തിന്റെ കേന്ദ്രം. ശരീരത്തിന്റെ അവയവങ്ങൾ സ്തംഭിച്ചാലും ജീവിക്കാം, ബ്രെയിൻ ഡെഡായാലും പിന്നെ ജീവിക്കാം, പക്ഷേ ഹൃദയം സ്തംഭിച്ചാൽ പോയി. അവിടെയാണ് കേന്ദ്രം. അതുകൊണ്ടാണ് നിന്റെ ഹൃദയം സൂക്ഷിക്കുക. നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്ന ആ ഓർഗനെ കുറിച്ചല്ല അവിടെ രസിക്കുന്നത്. ദൈവമക്കൾക്കെല്ലാം, ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും 5 ഇന്ദ്രിയങ്ങളാണ് ഉള്ളത്. എന്നാ ദൈവമക്കൾക്ക് ഒരു ഭക്തൻ പറഞ്ഞിരിക്കുന്ന 6ാമതൊരു ഇന്ദ്രിയം കൂടെ ഉണ്ട്. അതാണ് വിശ്വസിപ്പാൻ കഴിയുന്ന ഹൃദയം. സ്തോത്രം. വിശ്വസിപ്പാൻ കഴിയുന്ന ഹൃദയം. അതിന്റെ മുകളിൽ വായിക്കുന്നു 20-21 വക്രഹൃദയമുള്ളവൻ നല്ല കാലങ്ങളിൽ 20 മകനെ 4:20 മകനെ എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എന്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്കാം. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്, നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കാം. മകനെ എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എന്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്കുക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്, നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യമാകും. അവയെ അവന്റെ ഹൃദയത്തിന്റെ നടുവിൽ, ഒരുവന്റെ ഹൃദയത്തിന്റെ നടുവിൽ കിട്ടിയാൽ അതവരുടെ ദേഹത്തിന് സൗഖ്യമാണ്, അതവരുടെ സമാധാനമാണ്, സ്വസ്ഥതയാണ്, എല്ലാ അനുഗ്രഹങ്ങളും. വചനം ഹൃദയത്തിന്റെ നടുവിൽ കിട്ടുന്നവർക്കുള്ളതാണ്. വചനം മനസ്സിൽ പോരാ,
മനഃപ്പാഠം പറഞ്ഞ് പ്രൈസ് മേടിച്ചത് കൊണ്ട് സ്വർഗത്തിൽ പോകണമെന്നില്ല. വായിൽ പോരാ, വായിൽ വേണം, മനസ്സിൽ വരണം. അത് ഹൃദയത്തിലേക്ക് വേരൂന്നുമ്പോൾ പിന്നീട് സ്വയം നിയന്ത്രിക്കാൻ പറ്റും. അവർ സ്വയം ജീവിക്കും. ഞാൻ ജീവിക്കും, ഞാൻ പ്രമാണം അനുസരിക്കും. അപ്പോൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത് വചനമാണ്. വചനം, സ്തോത്രം. ദൈവത്തിന്റെ വചനം അവിടെ വന്നാൽ, അതുകൊണ്ടാണ് വചനം അവിടെ ഉണ്ടോ എന്നാണ് സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അവിടുന്നല്ലോ ആകുന്നത് എന്ന് പറയാൻ കാരണം, നിന്റെ ഹൃദയത്തിൽ എപ്പോഴും ദൈവവചനമുണ്ടോ എന്ന് പറഞ്ഞാൽ പ്രമാണം അനുസരിക്കുന്നുണ്ടോ, ദൈവം പറഞ്ഞതനുസരിക്കുന്നുണ്ടോ. മുമ്പേ സംഗീതത്തിൽ കേട്ടതുപോലെ, ഞാൻ ഈ ഭൂമിയിൽ പരദേശിയാണ്, എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം എന്റെ കീർത്തനമാണ്. ഈ ഭൂമിയിലെ തത്വജ്ഞാനമല്ല എന്റെ കീർത്തനം, മനുഷ്യന്റെ അത് ആലോചനയല്ല എന്റെ കീർത്തനം. പിന്നെയോ നിന്റെ ചട്ടങ്ങളാണ് എന്റെ കീർത്തനം. ദൈവത്തിന്റെ ചട്ടങ്ങളും നിയമങ്ങളും എന്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്നത് കൊണ്ട് ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ച് ജീവിപ്പാനിടയാകുന്നു. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ വചനം ഹൃദയത്തിന്റെ നടുവിൽ സൂക്ഷിച്ചു വെച്ചാൽ അതവരുടെ മനസ്സിനും ശരീരത്തിനും എല്ലാ വ്യാപാരങ്ങളിലും അത് അനുഗ്രഹമാകുന്നെന്ന് വായിക്കുന്നു. നാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു പാപിയായ മനുഷ്യന്റെ ഹൃദയം നോക്കൂ. 36 സങ്കീർത്തനം 1 വാക്യം, 36 സംഗീതം 1 വാക്യം. ദുഷ്ടന് തന്റെ ഹൃദയത്തിൽ പാപാദേശമുണ്ട്, അവന്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. ദുഷ്ടന് തന്റെ ഹൃദയത്തിൽ പാപാദേശമുണ്ട്. ഇംഗ്ലീഷിൽ എങ്ങനെ? ട്രാൻസ്ഗ്രേഷൻ ഓഫ് ദ വിക്കഡ്. ദുഷ്ടൻ തന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു ഒഴുക്കുണ്ട്, അത് നിയമത്തെ ലംഘിച്ചുള്ള പോക്ക. അവൻ ദൈവത്തിന്റെ പ്രമാണം എന്താണ് നോക്കുന്നില്ലത്. കാരണം അവന്റെ ഹൃദയത്തിൽ ദൈവഭയമില്ല എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ദൈവഭയമില്ലാത്ത ഹൃദയം, അവൻ നിയമം നോക്കുന്നില്ല. അവന്റെ വാക്കുകള്, പ്രവൃത്തികള് എല്ലാം അവനിൽ നിന്ന് ആദേശം ചെയ്യുക, ഒഴുകിക്കൊണ്ടിരിക്കുക, പുറത്തോട്ട് എപ്പോഴും പോകുക. അതുകൊണ്ടാണല്ലോ യെശയ്യാ പ്രവചനത്തിൽ യെശയ്യാവും 57-ാം അധ്യായത്തിൽ പറയുന്നത്, ദുഷ്ടന്റെ ഹൃദയം കലങ്ങി മറിയുന്ന കടൽ പോലെയാണ്, അത് ചേറും ചെളിയും ഉള്ളോട്ട് തള്ളിക്കൊണ്ടിരിക്കുന്നു, ദുഷ്ടന് സമാധാനമില്ല എന്നെന്റെ ഹൃദയം പറയുന്നു. അപ്പോൾ ഹൃദയത്തിൽ അവിടെയാണ് യഥാർത്ഥ സമാധാനം വരണമെങ്കിൽ ദൈവം എന്തു പറഞ്ഞിരിക്കുന്നു എന്നുള്ള പ്രമാണം അവന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ, ദൈവത്തിന്റെ വചനം സ്വീകരിക്കുന്നതിനാണ് യേശുവിനെ ഉള്ളിലേക്ക് സ്വീകരിക്കുക എന്ന് പറയുന്നത്. കാരണം യേശു എന്ന് പറയുന്നത് വചനമാണ്, വചനം ജഡം ധരിച്ചവനാ. അപ്പോൾ യേശുവിനെ ഉള്ളിലേക്ക് സ്വീകരിക്കുകയാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പാപിയായ മനുഷ്യൻ ദൈവഭയമില്ല, ദൈവത്തോട് മത്സരിച്ച് ജീവിക്കുന്നു. എനിക്ക് ദൈവം വേണ്ട, ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നൊക്കെയും പറഞ്ഞ് ദൈവത്തോട് മത്സരിച്ച് ജീവിക്കുന്നതായിട്ടുള്ള മനുഷ്യന്റെ ഹൃദയത്തിൽ അവന് നിയമം ഇല്ല, അവൻ ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കുന്നില്ല. അതെപ്പോഴും അവന്റെ ജീവിതത്തിൽ വാക്കിലും പ്രവൃത്തിയിലും കൂടെ വെളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. അതെ, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു വാക്യം നോക്കാം. 2 രാജാക്കൾ 2-ാം അധ്യായം 19-20. 2 രാജ 2:19-20. അനന്തരം ആ പട്ടണക്കാർ എലീശയോട്, ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമായതെന്ന് യജമാനൻ കാണുന്നുവല്ലോ, എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവുമാകുന്നുവെന്ന് പറഞ്ഞു. അതിന് അവൻ, ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിൻ എന്ന് പറഞ്ഞു. അവർ അത് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു.
അവൻ നീരുറവിന്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു. ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു, ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകുകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. എലീശ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്ന് വരെ പഥ്യമായി തന്നെ ഇരിക്കുന്നു. നോക്കണം, ഒരു പട്ടണത്തിന്റെ ഇരിപ്പ്, ഈ പട്ടണം ഏതാണെന്ന് 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എരിഹോ പട്ടണമാണ്. എലിശായുടെ ശിഷ്യന്മാരൊക്കെയും ആ കാലത്ത് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. എലിശ ഇരിക്കുന്ന ആ പട്ടണത്തിൽ തന്റെ ശിഷ്യന്മാർ പറഞ്ഞു, യജമാനെ, ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമാണ്, എന്നാൽ വെള്ളം ചീത്തയാണ്, ദേശം ഗർഭനാശകമാണ്. ഇരിപ്പ് മനോഹരമാണ്, പക്ഷെ ഇതിനകത്ത് കുടിക്കാൻ കൊള്ളത്തില്ല. ഇതിനകത്ത് സ്ത്രീകൾക്ക് ജന്മം അല്ലെങ്കിൽ പ്രഗ്നൻസി ഇല്ല, അതെല്ലാം പോവുക. ഇവിടെ കുഞ്ഞ് ജനിക്കുന്നില്ല. ഇതിന്റെ ഇരിപ്പ് മനോഹരമാണ്, കാഴ്ചയ്ക്ക് മനോഹരം. എരിഹോ പട്ടണത്തിന്റെ അനുഭവം. എരിഹോ എന്ന് പറഞ്ഞാൽ പ്രതികൂലം, എതിർപ്പ് എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ദൈവത്തോട് എതിരായി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയാണ്. അവന്റെ ഇരിപ്പ് നന്നായിരിക്കാം, നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കാം, നല്ല ബംഗ്ലാവ് ഉണ്ടായിരിക്കാം, വിലയേറിയ വാഹനം ഉണ്ടായിരിക്കാം, വിദേശ വരുമാനം ഉണ്ടായിരിക്കാം, നല്ല സമ്പന്നനായിരിക്കാം. പക്ഷേ അവന്റെ ഹൃദയത്തിന്റെ അവസ്ഥയാണ് ഇവിടെ വെളിപ്പെടുന്നത്. ഇരിപ്പ് മനോഹരമാണ്, പക്ഷേ ഇതിനകത്തുനിന്നുള്ള ഒഴുക്കുണ്ടല്ലോ, അത് കുടിക്കാൻ കൊള്ളത്തില്ല. ഇത് അനേകർക്ക് രോഗം പിടിപ്പിക്കുന്നതാണ്, ഗർഭം നശിപ്പിക്കുന്നതാണ്. എന്താണ് ഇതിന്റെ പരിഹാരം? ഈ സന്ദർഭത്തിൽ പ്രവാചകൻ അതിന് മറുപടി പറഞ്ഞത്, അതിനവൻ ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവീനെന്ന് പറഞ്ഞു. അവരത് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ നീരുറവിന്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു. സ്തോത്രം. ഒരു പുതിയ തളിക കൊണ്ടുവരുവീൻ. ഒരു പാപിയായ മനുഷ്യൻ, അവന്റെ ജീവിതത്തിൽ വരുന്ന മാറ്റത്തിന്റെ ഒരു നിഴലാണ് ഇവിടെ പറയുന്നത്. അവന്റെ ഹൃദയം പുതിയതാകണം, അവന്റെ ഉള്ളിലെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ ഈ എരിഹോ പട്ടണം എന്നുള്ള പേര് മാറുന്നില്ല, അവന്റെ സ്വഭാവമാ മാറുന്നത്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ യേശുവിനെ സ്വീകരിക്കുമ്പോൾ അവന്റെ മാതാപിതാക്കളിട്ട പേര് മാറുന്നില്ല, പക്ഷെ അവന്റെ സ്വഭാവത്തിൽ പാവി എന്നുള്ള പേര് മാറ്റിയിട്ട് വിശുദ്ധ എന്നുള്ള പേര് വരുന്നു. പുതിയ തളിക, അതാണ് പുതിയ ഹൃദയം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവന്റെ പാവി എന്നുള്ള പേര് മാറിയിട്ട് അവൻ വിശുദ്ധനായി മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്നു. അവനിൽ നിന്നുള്ളതായിരിക്കുന്ന നീരൊഴുക്ക് അനുഗ്രഹമാകുന്നു, മറ്റുള്ളവർക്ക് ആരോഗ്യമാകുന്നു, കുഞ്ഞുങ്ങൾ ജനിക്കുന്നതാകുന്നു. ഇങ്ങനെയുള്ള അനുഭവത്തിലേക്ക് അത് മാറ്റപ്പെടുകയാണ്. ഉപ്പ് എന്തിനെ കുറിക്കുന്നു? പഥ്യമാക്കി തീർക്കുന്ന അവസ്ഥ. അതാണ് ദൈവവചനം. ദൈവവചനമാകുന്ന ഉപ്പ് ഹൃദയത്തിലേക്ക് കയറി കഴിയുമ്പോൾ അത് പഥ്യമായി തീരുന്നു. സ്തോത്രം. ഉപ്പ് വസ്തുക്കൾക്ക് കേടുവരാതെ സൂക്ഷിക്കുന്നതാണ്. രണ്ടാമത് ഭക്ഷണത്തിന് രുചി വരുത്തുന്നതാണ്. കേടുവരാതെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്നതും ഭക്ഷണത്തിന് രുചിപ്പിക്കുന്നതുമായിട്ടുള്ള അവസ്ഥയാണ് ഉപ്പിൻ്റെത്. സ്തോത്രം. നമ്മുടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, അതെ, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. സ്തോത്രം. നോക്കൂ, മത്തായി സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ 5:13 ഉപ്പ് എങ്ങനെ ആയിരിക്കണമെന്ന് അവിടെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. 5:13 നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം. പുറത്തു കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാൻ അല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്.
ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്ത് പ്രയോജനം ചോദിക്കും? പിന്നെ ആ ഫ്ലേവർ, കാരം, ഉപ്പിന്റെ വീര്യം ഇല്ലെങ്കിൽ അത് എന്തൊന്നുകൊണ്ട് പിന്നെ രസം വരുത്തും? പിന്നെ അത് പുറത്ത് വലിച്ചെറിയാനേ പറ്റത്തുള്ളൂ. നടന്നു പോകുന്ന മനുഷ്യർ അതിന്മേൽ ചവിട്ടാനിടയായിത്തീരും. അപ്പോൾ വിലയുള്ളതായിരിക്കുന്ന അവസ്ഥയിൽ മാത്രമേ അത് മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് പറഞ്ഞത്. സ്തോത്രം. നിങ്ങൾ നിങ്ങളുടെ ഉപ്പാണെന്ന് പോരാ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ. നിങ്ങൾ മറ്റുള്ളവർക്ക് രുചിപ്പിക്കേണ്ടവരാണ്. നിങ്ങൾ കേടുവരുന്നതിനെ കേടുകൂടാതെ സൂക്ഷിക്കേണ്ടവരാ നിങ്ങൾ. കർത്താവ് ഈ ഭൂമിയിൽ ഇന്ന് ആക്കി വെച്ചിരിക്കുന്നത്, ദൈവസഭയെ ആക്കി വെച്ചിരിക്കുന്നത് ഭൂമിക്ക് നാശം സംഭവിക്കാതിരിക്കാനാണ്. ഇന്ന് എന്തുകൊണ്ടാണ് ഈ ഭൂമി മുഴുവൻ പെട്ടെന്നൊരു യുദ്ധം വന്ന് തകർന്ന് മഹാമാരി എല്ലാം കൊണ്ട് ഭൂമി മുഴുവൻ നശിച്ചു പോകാതിരിക്കുന്നത് എന്തുകൊണ്ടാ? കുറച്ച് ഉപ്പ് ഈ ഭൂമിയിലുള്ളത് കൊണ്ടാ. ആ ഉപ്പാണ് മധ്യസ്ഥത ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്. കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ലോകത്തോട് ക്ഷമിക്കണമേ, രാജ്യങ്ങളോട് ക്ഷമിക്കണമേ, ഭരണാധികാരികളോട് ക്ഷമിക്കണമേ, അവരെല്ലാം ഈ സത്യം അറിയുവാൻ ഇടയാകണമേ, പിന്മാറ്റക്കാരോട് കരുണ കാണിക്കണമേ, തലമുറകളെ ഒരുക്കിയെടുക്കണമേ എന്നിങ്ങനെ ദൈവസന്നിധിയിൽ മധ്യസ്ഥത ചെയ്ത് ഇത് കേടുവരാതെ നശിച്ചു പോകാതിരിക്കുന്നത് ഉപ്പാകുന്ന ദൈവസഭയുടെ മധ്യസ്ഥത ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. അതുകൊണ്ടാണ് മർക്കോസ് വിശേഷത്തിൽ എടുത്തു പറയുന്നുണ്ട്. മർക്കോസ് വിശേഷം 9-ാം അധ്യായം 50-ാം വാക്യത്തിൽ നിങ്ങൾ ഉപ്പാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മർക്കോസ് 9-ന്റെ 50-ാം വാക്യം. ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാലോ എന്തൊന്നിനാൽ അതിന് രസം വരുത്തും. നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരുമായിരിക്കും. നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യ സമാധാനമായിരിക്കും. ഈ ഉപ്പ് നിങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കണം ആദ്യം, എങ്കിലേ നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യത്തുള്ളൂ. നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരാകണം. നിങ്ങളിൽ തന്നെ സംതൃപ്തി ഉണ്ടാകണം. നിങ്ങൾക്ക് തന്നെ സ്വസ്ഥതയുണ്ടാകണം. നിങ്ങൾക്ക് തന്നെ ക്രിസ്തീയ ജീവിതം കൊണ്ട് സമാധാനം ഉണ്ടാകണം. സ്തോത്രം. ദൈവമക്കളെ മറ്റുള്ളവർ കണ്ട് ഇവർക്ക് ഇങ്ങനെ സംതൃപ്തി എന്താണ്? ഇവരെന്താ ഇത്ര സന്തോഷമായിരിക്കുന്നത്? ഇവർക്കെന്താ നിരാശയില്ലാത്തത്? ഇവരെന്താ വീടുകളിലിരുന്ന് ശബ്ദത്തിൽ പ്രാർത്ഥിക്കുക ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയും മറ്റുള്ളവര് ശ്രദ്ധിക്കുന്നു. സ്തോത്രം. ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ആരാധിച്ചത് മറ്റുള്ളവർ ജയിൽ പുള്ളികൾ ശ്രദ്ധിച്ചതുകൊണ്ട് മറ്റുള്ളവർക്കും അതിന്റെ പ്രയോജനമുണ്ടായി. ജയിൽ സൂപ്രണ്ടിനും കുടുംബത്തിനും പ്രയോജനമുണ്ടായി. അവിടുത്തെ വേലയ്ക്ക് പ്രയോജനമുണ്ടായി. എന്നാൽ ഇന്ന് എന്താണ് സംഭവം? രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചതുപോലെ ഈ എരികോ നഗരം ഗർഭനാശകമാണ്. ഇന്ന് ആത്മാക്കൾ വീണ്ടും ജനിക്കാത്തതിന്റെ കാരണം എന്തുവാ? വിശ്വാസികളുടെ ഉപ്പ് പോയതാ. വിശ്വാസികളുടെ വീര്യം നഷ്ടപ്പെട്ടതാ. വിശ്വാസികൾ ദൈവത്തിന്റെ പ്രമാണത്തിൽ നിൽക്കാതെ പോയതാ. ജാഗ്രതയോടുകൂടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ച് പ്രമാണിച്ച് ജീവിക്കാതെ പോയതുകൊണ്ട് ഗർഭനാശകമുള്ള പട്ടണം പോലെ സഭയിലെങ്ങും വീണ്ടും ജനനം നടക്കുന്നില്ല. ആത്മാക്കൾ വീണ്ടും ജനിക്കുന്നില്ല. തലമുറകൾ വീണ്ടും ജനിക്കാതെ സ്നാനപ്പെടുന്നു. തലമുറകൾ ശരിക്കും ജീവിക്കുന്നില്ല. ഇന്ന് വേണ്ട ഇന്നത്തെ ആത്മീയ അന്തരീക്ഷത്തിന്റെ അവസ്ഥയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. എന്നാൽ പ്രവാചകൻ പറഞ്ഞു, ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിനകത്ത് ഉപ്പിടാൻ പറഞ്ഞു. സ്തോത്രം. ഇന്ന് ആവശ്യമായിരിക്കുന്നത് എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിൽ ഒരു പുതുക്കമാണ്. ഒരു പുതുക്കം. അതിനുവേണ്ടിയാ നമ്മളെ ഈ ലോക്ക്ഡൌണിൽ ആക്കി വെച്ചിരിക്കുന്നത്. സ്വയം പരിശോധിപ്പാൻ. എന്താ സംഭവം? ഞാൻ എന്താ ആകേണ്ടത്? എന്നിൽ എന്തു മാറ്റമാ സംഭവിക്കേണ്ടത് എന്നിങ്ങനെ അവരവരെ തന്നെ പരിശോധിച്ച് പോരായ്മകളെ കണ്ട് ഉണർന്ന് പുതുക്കം പ്രാപിപ്പാൻ ദൈവം നൽകിയിരിക്കുന്ന സന്ദർഭമാണ്.
ആ ഉപ്പ് കൊണ്ടുവന്ന് പ്രവാചകൻ ആ നീരുറവിലേക്ക് ഇട്ടുവെന്ന് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇനി മേലിൽ ഇത് ഗർഭനാശമാകയില്ല, ഇത് പഥ്യമാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവമക്കളുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ വചനത്തിന്റെ ശുദ്ധീകരണം ഉണ്ടാകുമ്പോൾ അവർക്ക് ആത്മഭാരമുണ്ടാകും. അവരുടെ വന്ധ്യതാവസ്ഥ മാറും. ആ ബാരൻ അവസ്ഥകളെല്ലാം മാറി ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വാഞ്ച ഉണ്ടാകും. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള കണ്ണുനീരുണ്ടാകും. ആത്മഭാരമുണ്ടാകും. അവർ മുഖാന്തരം ആത്മാക്കൾ വീണ്ടും ജനിക്കാനായിട്ട് ഇടയായിത്തീരും. ഇത് ഓരോ ദൈവവൈതന്റെയും അനുഭവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് ഈ സന്ദർഭങ്ങൾ ഒരുക്കി തന്നിരിക്കുന്നത് അതിനുവേണ്ടിയാണെന്നുള്ളത് ഒരു സംശയവുമില്ല. കർത്താവിന്റെ മക്കൾക്ക് കർത്താവ് നൽകിയ സന്ദർഭം പഴയ നിയമകാലത്തും ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവ ആരാധനയോടുള്ള ബന്ധത്തിൽ ഉപ്പിനെ നിഴലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിൽ ഒരു വാക്യം നോക്കൂ. ലേവ്യ 2-ാം അധ്യായം 13-ാം വാക്യം. ലേവ്യ 2:13. നിന്റെ ഭോജനയാഗത്തിനൊക്കെ ഉപ്പ് ചേർക്കണം. നിന്റെ ദൈവത്തിന്റെ നിയമത്തിൽ ഉപ്പ് ഭോജനയാഗത്തിന് ഇല്ലാതിരിക്കരുത്. എല്ലാ വഴിപാടിനും ഉപ്പ് ചേർക്കണം. നിന്റെ ഭോജനയാഗം, ദൈവത്തിന് അർപ്പിക്കുന്ന ഭോജനയാഗമുണ്ട്. മൃഗങ്ങളെ അർപ്പിച്ച് യാഗം അർപ്പിക്കുന്നുണ്ട്. അതേസമയം ധാന്യങ്ങള്, ഇങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കൾ ദൈവത്തിന് അർപ്പിക്കുന്നതിനാണ് ഭോജനയാഗം, മീറ്റ് ഓഫറിംഗ്. അതിന്റെ കൂടെ ഉപ്പ് ചേർക്കണം. സ്തോത്രം. ഉപ്പ് ചേർത്തിരിക്കണം. നിന്റെ ഭോജനയാഗത്തിലെല്ലാം ഉപ്പ് ചേർത്തിരിക്കണം. ഉപ്പ് അവിടെയാണ് എന്തുകൊണ്ടാണ് അത് ഉപ്പ് ചേർക്കുവാൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ദൈവത്തിന് രുചികരമാകണം, ദൈവത്തിന് പ്രസാദകരമാകണമെങ്കിൽ ദൈവമക്കളുടെ ജീവിതം മുഴുവൻ വചനപ്രകാരമുള്ളതായിരിക്കണം. അവരുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും ദൈവവചനപ്രകാരമായിരിക്കണമെങ്കിൽ മാത്രമേ ദൈവം അതിൽ സന്തോഷിക്കുന്നുള്ളൂ, രുചിക്കുന്നുള്ളൂ എന്ന് നമുക്കറിയാം. വചനമില്ലാതെ, വചനപ്രകാരമല്ലാതെ, സ്വന്തം അഭിപ്രായപ്രകാരം, സ്വന്തം ഉദ്ദേശപ്രകാരം, സ്വന്തം താല്പര്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊന്നും ദൈവം പ്രസാദിക്കുന്നില്ല. ദൈവത്തിന് പ്രസാദകരമായ ജീവിതം ദൈവമക്കളുടെ ജീവിതത്തിലെ ഉപ്പിന്റെ അനുഭവമാണ്. ഉപ്പൊരിക്കലും ഇല്ലാതെ പോകരുത്. രുചിപ്പിക്കുന്നതായിട്ടുള്ള ഉപ്പ് ഭക്ഷണത്തിന്, ഏത് ഭക്ഷണത്തിനും, എരിവുള്ള ഭക്ഷണമായാലും പുളിപ്പുള്ള ഭക്ഷണമായാലും കയ്പുള്ള ഭക്ഷണ വസ്തുവായാലും ഉപ്പ് വേണം. സ്തോത്രം. ജീവിതത്തിന്റെ ഏത് വശത്തായാലും ഉപ്പില്ലെങ്കിൽ അതിന് ടേസ്റ്റ് ഇല്ല. അപ്പോൾ ഉപ്പ് എന്തിന് വേണ്ടിയാണ്? അവരവര് ഉപ്പുള്ളവരായെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് ഇത് ഉപ്പ് രസം കൊടുക്കുന്നതാകുള്ളൂ. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, 2-ാം അധ്യായത്തിൽ, കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം, 4:6. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കും. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം. സ്തോത്രം. പലവിധമായ ചോദ്യങ്ങൾ കൊണ്ടുവരും, വിമർശനങ്ങൾ കൊണ്ടുവരും. പുറമെയുള്ളവരെ അവർക്കറിയാത്തത് ചോദിക്കും, തർക്കിക്കാൻ വരും. ഇങ്ങനെ ഏതവസ്ഥയിൽ വന്നാലും ഓരോരുത്തരോട് എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ പ്രസംഗത്തെക്കുറിച്ചൊക്കെ മറ്റുള്ളവർ അത്ഭുതപ്പെട്ടത് ഇതാണ്, അവന്റെ ലാവണ്യ വാക്കുകൾ. ലവണം എന്ന് പറഞ്ഞ ഉപ്പാണ്. അതായത് തന്റെ ഗിരിപ്രഭാഷണം മുഴുവൻ ഉപ്പ് ചേർത്ത് കൊടുത്തതാ. അത് മഹാത്മാഗാന്ധിജി, ഡോക്ടർ രാധാകൃഷ്ണൻ, ഇങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ ഈ ഭാഗം വായിച്ചിട്ട് അവർക്ക് വളരെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാതലായ വിഷയങ്ങൾ അവർക്ക് പിടികിട്ടിയില്ലെങ്കിലും അവരിതൊക്കെ തങ്ങളുടെ ഭരണ മാതൃകയായിട്ട് എടുത്തിട്ടുണ്ട് പലരും. അപ്പോൾ കർത്താവിന്റെ വചനങ്ങളെല്ലാം വെറും നശിപ്പിക്കേണ്ടതിന് വേണ്ടിയല്ല,
പലതും പറയുന്ന കൂട്ടത്തിൽ തന്നെ അവർ രക്ഷിക്കപ്പെടാൻ വേണ്ടിയുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നാം ഒരാളോട് സംസാരിക്കുമ്പോൾ അവരെ എങ്ങനെ നേടാൻ പറ്റുമെന്നുള്ള ലക്ഷ്യം നമുക്കുണ്ടായിരിക്കണം. എങ്ങനെ അവർ കർത്താവിലേക്ക് വരും, സത്യമറിയുവാനിടയാകും, ഇവരെ സത്യത്തിലേക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് പറ്റും. എന്തുകൊണ്ട് ഇന്ന് അനേകർക്കും ആത്മാക്കളെ നേടുവാൻ കഴിയുന്നില്ല? അവരുടെ ഉള്ളിൽ നിന്ന് ബഹിർഗമിക്കുന്നത്, പുറത്തേക്ക് വരുന്ന വാക്കുകളും അവരുടെ ഭാവങ്ങളും അവരുടെ ഇടപാടുകളും എല്ലാം മറ്റുള്ളവർക്ക് രുചിപ്പിക്കുന്നതാകുന്നില്ല. സ്തോത്രം. പാപം പാപം പാപത്തെ രുചിപ്പിക്കുകയല്ല, പാപം പാപമാണെന്ന് പറഞ്ഞേച്ചാണ് രുചിപ്പിക്കേണ്ടത്. ഇതാണ് മുമ്പേ പറഞ്ഞത്. കൈപ്പയ്ക്ക തോരൻ വെക്കുമ്പോൾ ഇത് കൈപ്പയ്ക്കയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിന് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ അതിന് മധുരമാകുന്നില്ല, ആ കയ്പിന് രുചി വരുന്നതേ ഉള്ളൂ. പുളിരസത്തിനും ആ പുളി മാറുകയല്ല, ആ പുളിക്ക് രുചി വരികയാണ്. എരിവുള്ളതിനും ആ എരിവ് മാറുകയല്ല, അതിന് രുചി വരികയാണ്. എന്നതുപോലെ പാപത്തെ താരോടുകയല്ല, പാപത്തെ പാപമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിന്റെ പരിഹാരം നിർദ്ദേശിക്കുന്നതാണ് രുചിപ്പിക്കുന്നത്. ഉപ്പ് ചേർത്ത് സംസാരിക്കണം. ദൈവത്തിന്റെ ദൈവമക്കൾക്ക് വാക്കുകളെല്ലാം സൂക്ഷിക്കണം. വാക്കുകൾ അപ്പോസ്തലനോട് പൗലോസ് പറഞ്ഞു, നീ വാക്കിലും നടപ്പിലും മാതൃകയായിരിക്കണം എന്ന് പറഞ്ഞു. വാക്കിലും ജീവിതത്തിലും മാതൃകയായിരിക്കണം. അനേകരെ ദൈവത്തിങ്കിലേക്ക് ഒരുക്കിയെടുക്കേണ്ടതാണ്. ഇന്ന് അനേകർക്കും മറ്റുള്ളവരെ നേടുവാൻ കഴിയാതെ പോകുന്നതിന്റെ കാരണം യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 11-12 വാക്യങ്ങൾ. യാക്കോബ് 3:11-12. ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവ് പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല. ഇവിടെ അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്, ദൈവസഭയെ ഓർപ്പിക്കുന്ന ഇത്. സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സഹോദരന്മാരെ, കയ്പും മധുരവും കൂടെ ഒരു ഉറവിൽ നിന്ന്, ആ ഉറവ് എന്തുവാ? ഹാർട്ട്. ഒരു ഉറവിൽ നിന്ന് കയ്പും മധുരവും കൂടെ ഒന്നിച്ചു വരത്തില്ല. സ്തോത്രം. ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പും വെള്ളം പുറപ്പെടുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവ് പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? വൃക്ഷം ഏതാണ്, അതിന്റെ ഫലമേ ഉണ്ടാകത്തുള്ളൂ. വൃക്ഷം നല്ലതാണെങ്കിൽ ഫലവും നല്ലത്. വൃക്ഷം ചീത്തയാണെങ്കിൽ ഫലവും ചീത്ത എന്ന കർത്താവും പറഞ്ഞത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു, അതിനനുസരിച്ചാണ് അവനിൽ നിന്ന് പുറപ്പെടുന്ന ഒഴുക്കുകൾ. അതിന് മുകളിൽ പറഞ്ഞിരിക്കുന്നത് 9-ാം വാക്യം, അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. നാവ് കൊണ്ട് ചെയ്യുന്നതാണ്. ദൈവത്തെ സ്തുതിക്കുന്നു, അതേ നാവ് കൊണ്ട് മനുഷ്യനെ ശപിക്കുന്നു. ഇതെങ്ങനെ സാധിക്കുമെന്ന് പറയുന്നു അവിടെ. ഒരു വായിൽ തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. 10-ാം വാക്യം അതാണ് പറയുന്നത്. ഒരു വായിൽ തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. ഇന്നത്തെ അവസ്ഥ അതല്ലേ? ആത്മീയഗോളത്തിൽ വലിയ പരാജയമല്ലേ? ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവവചനം പ്രസംഗിക്കുന്നു, അതേ വായു കൊണ്ട് തന്നെ ഭയങ്കരമായ ദോഷവും ചെയ്യുന്നു. ഇതിന്റെ ഫലമായിട്ട് അവർക്ക് ആത്മീയ ഫലം പുറപ്പെടുവിക്കാൻ കഴിയാത്തത് കൊണ്ട് രക്ഷയിലേക്ക് നടത്തുവാൻ ആരെയും കഴിയുന്നില്ല. വളരെ പരാജയമായ അവസ്ഥയാണ്. അതുകൊണ്ടാണ് സഹോദരന്മാരെ, നല്ല ഫലം ഉണ്ടാകണമെങ്കിൽ വൃക്ഷം നല്ലതായിരിക്കണം. ദൈവമക്കൾ എപ്പോഴും സൂക്ഷിക്കേണ്ടത്, എന്റെ ജീവിതം എങ്ങനെ ആയിരിക്കും, എന്റെ ഹൃദയം എപ്പോഴും ഒരുങ്ങിയിരിക്കണം. എന്റെ ഹൃദയം ദൈവത്തിന് പ്രസാദകരമാകണം. ദൈവഭക്തന്മാർ, ദൈവത്തിന്റെ ദാസനായ ദാവീദിനെ കുറിച്ച് പറയുന്നത്,
എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്നാണ് ദൈവം പറയുന്നത്. പക്ഷേ ദാവീദ് ദൈവസന്നിധി പിന്നെയും പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ ഹൃദയം ഒന്ന് പരിശോധിക്കണമേ, എന്നെ പരിശോധിച്ച് എന്റെ നിലവുകളെയൊക്കെ ഒന്ന് അറിഞ്ഞ് വ്യസനത്തിന്റെ മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ പിന്നെയും ദൈവസന്നിധി തുറക്കുകയാണ് ഹൃദയം. കർത്താവേ, ഇതിനകത്ത് എന്തെങ്കിലും പോരായ്മകൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടോ, മറഞ്ഞിരിപ്പുണ്ടോ? അത് അങ്ങനാണെങ്കിൽ എന്റെ വാക്കുകൾ ശരിയാകത്തില്ല. അതുകൊണ്ടാണ് എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമാകണമേ എന്ന് താൻ പ്രാർത്ഥിക്കാൻ കാരണം. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായി സംസാരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും സത്യദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾ അവരുടെ നാവിനെ മറ്റെന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പരിശോധിച്ച് അന്നന്ന് പരിഹാരം വരുത്തി പോരായ്മകളെ നികത്തി ശുദ്ധീകരണം പ്രാപിച്ച് മുൻപോട്ട് പോകണമെന്ന് ദൈവം ഓർപ്പിക്കുകയാണ്. ആദ്യം വായിച്ച വാക്യം എന്താണ്? സന്തുഷ്ട ഹൃദയം നല്ല ഔഷധമാണ്. ഒരു വാക്യം കൂടെ വായിച്ച് 3 യോഹന്നാന്റെ 3-ാം ലേഖനം 3 യോഹന്നാൻ 2-ാം വാക്യം. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ സകലത്തിലും ശുഭമാകണം, പ്രോസ്പർ ആകണം. നീ സകലത്തിലും സുഖമാകണം. ഏതിനെ ബേസ് ചെയ്ത? നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ. സ്തോത്രം. ഇവിടെ പൗലോസിന്റെ വേലയാൽ രക്ഷിക്കപ്പെട്ടു വന്ന ഒരു ഗായോസിനെ കുറിച്ചാണല്ലോ ഇവിടെ പറയുന്നത്. 3-ാം വാക്യം, സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയുകയാൽ സന്തോഷിച്ചു. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. എന്തുകൊണ്ടാണ് തനിക്ക് ശുഭത? എന്തുകൊണ്ടാണ് തനിക്ക് ശാരീരികവും മാനസികവും ആത്മീയവും ഭൗതികവുമായുള്ള അനുഗ്രഹങ്ങൾ? തന്റെ ഹൃദയത്തിന്റെ നിലവാരം അനുസരിച്ച് താൻ സത്യത്തിൽ നടക്കുന്നു. കൂട്ടുവിശ്വാസികളോടെല്ലാം വലിയ സ്നേഹമാണ്. അവൻ ഗായോസിന്റെ വീട്ടിൽ ആരെങ്കിലും അതിഥികൾ ചെന്നാൽ തിരിച്ചു വന്ന് അവരെ തന്നെ കുറിച്ച് പറയുന്നത് എന്ത് സന്തോഷമാണെന്നറിയാമോ? അതാണ് സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയുന്നു. കാരണം എന്താണ്? 5-6 വാക്യങ്ങൾ. പ്രിയനെ, നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെ വിശ്വസ്ത കാണിക്കുന്നു. സഹോദരന്മാർക്കും വിശേഷാൽ നിന്റെ വീട്ടിൽ വരുന്ന ഗസ്റ്റിന് അധ്വാനിച്ചാണ് അവരെ ശുശ്രൂഷിക്കുന്നത്. സ്തോത്രം. സെർവന്റിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിച്ചു വിടുകയല്ല, താൻ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നു. അതിഥി സൽക്കാരം എന്ന് പറയുന്നത് ആത്മീയ അകത്തെ മനുഷ്യന്റെ സംതൃപ്തിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സ്തോത്രം. അതുകൊണ്ട് അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. അതാണ് അബ്രഹാം, സാറയും. വൃദ്ധയായ സാറ വീട്ടിൽ വന്ന അതിഥികളെ പെട്ടെന്ന് ഉച്ച നേരത്തെ ആഹാരം ഉണ്ടാക്കി കൊടുത്ത ഒരു മടിയും ഒരു വിറുവിറുപ്പും ഇല്ലാതെ ചെയ്തതുകൊണ്ട് ആർക്കും പരിഹരിപ്പാൻ പാടില്ലാത്ത പ്രശ്നത്തിന് പരിഹാരമുണ്ടായി. ആ കുടുംബം മഹാന്റെ കുടുംബമായി. ആ കുടുംബത്തിൽ യേശു ജനിക്കാനിടയായി. വലിയ അനുഗ്രഹങ്ങളെല്ലാം അതിഥി സൽക്കാരം. ഇവിടെ ഗായോസിനെ കുറിച്ച് പറയുകയാണ്. 6-ാം വാക്യം, അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നീ അവരെ ദൈവത്തിന് യോഗ്യമാവണ്ണം യാത്ര അയച്ചാൽ നിന്റെ വീട്ടിൽ വരുന്നവരെ നീ യോഗ്യമാവണ്ണം യാത്ര അയക്കുന്നുണ്ട്.
എന്ന് പറഞ്ഞാൽ വെറുതെ കൈ കൊടുത്തു വിടുകയല്ല, കയ്യിൽ കൊടുത്തു വിടുന്നുണ്ട്. എല്ലാ നിലയിലും താൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമാണ്. സ്തോത്രം. അപ്പോൾ ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഗായോസ്. സഹോദരന്മാരെല്ലാം അവിടെ ചെന്നേച്ചു വന്ന് നല്ല സാക്ഷ്യം പറയുന്ന ആ ഗായോസ് ബ്രദർ ഉണ്ടല്ലോ, എത്ര നല്ല സഹോദരനാണ്. തന്റെ നടപ്പ് സത്യത്തിലാണ് നടക്കുന്നത്, വചനപ്രകാരമാണ് നടക്കുക. ഒരു കുറ്റവും തന്നെ കുറിച്ച് പറയാനില്ല. അവരുടെ വീട്ടിൽ ചെന്ന അങ്ങ് അധ്വാനിക്കുക, ഈ അതിഥികളെ സ്വീകരിപ്പാനും സൂക്ഷിപ്പാനും എത്ര നല്ലൊരു കുടുംബമാണ് എന്നൊക്കെ ഈ നല്ല സാക്ഷ്യം പറയുവാൻ്റെ അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മകനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവമക്കളുടെ ശുഭത, സങ്കീർത്തനക്കാരൻ പാടുന്ന പോലെ, യഹോവേ ഞങ്ങൾക്ക് ശുഭത നൽകണമേ. ദൈവമക്കളുടെ ശുഭത അവരുടെ ജീവിതത്തിനെ ബേസ് ചെയ്തിരിക്കുന്നു, അവരുടെ ഹൃദയത്തെ ബേസ് ചെയ്തിരിക്കുന്നു. അവരുടെ ഹൃദയം ദൈവവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ സകലത്തിലും സുഖം. ദൈവവുമായിട്ട് യഥാർത്ഥമായൊരു ബന്ധമുണ്ടെങ്കിൽ, ദൈവസന്ധി ഹൃദയം പകരുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ, ദൈവസന്ധി നന്ദിയുള്ളൊരു ഹൃദയമുണ്ടെങ്കിൽ, ദൈവസന്ധിയിൽ നുറുങ്ങുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ, അവരുടെ ജീവിതം, അവരുടെ കുടുംബം, അവരുടെ തലമുറകൾ എന്നുവേണ്ട അവരോട് ബന്ധപ്പെട്ട സകലവും ശുഭമായിരിക്കാൻ ദൈവം ഇടയാക്കി തീർക്കുന്നു. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാണ്. ഈ ഔഷധം ആ സന്തുഷ്ട ഹൃദയമുള്ളവർക്കും ഈ ഔഷധം മറ്റുള്ളവർക്കും പ്രയോജനം ചെയ്യുവാൻ ഇടയാകുന്നു. ഈ സമയം ദൈവം നമുക്ക് ഈ നാളുകൾ ഒരുക്കി തന്നിരിക്കുന്നത് എന്തിനെന്ന് നാം വളരെ ശ്രദ്ധിക്കണം. കർത്താവേ, ഈ ലോക്ക്ഡൌൺ പീരീഡ് ഞങ്ങളുടെ ഉള്ള അവസ്ഥയെ കാണുവാനും ഉള്ള അവസ്ഥയിൽ പരിവർത്തനം വരുത്തുവാനും അഭിവൃദ്ധി പ്രാപിപ്പാനും ശക്തി പുതുക്കുവാനും ക്ഷീണം മാറ്റുവാനും അകത്തെ മനുഷ്യൻ ബലപ്പെടുവാനും അങ്ങനെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും ഞങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാനും ഇടയാകണമേ എന്ന് നമ്മത്തിന്റെ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. അത്യുന്നതന്റെ വാസസ്ഥലമായി തീരുവാൻ അടിയങ്ങളുടെ ഹൃദയത്തെ താഴ്ത്തിയല്ലോ. അതിനായി ഞങ്ങൾക്ക് കൃപ തന്നതിനായി സ്തോത്രം. കർത്താവേ, ദൈവവചനം സർവൈശ്വര്യമായി ഹൃദയത്തിൽ വസിച്ച് ജീവിതം മുഴുവൻ ഐശ്വര്യമായി തീരുവാൻ, എല്ലാവിധത്തിലും അനുഗ്രഹമായി തീരുവാൻ ജനത്തെ അനുഗ്രഹിക്കണമേ. ഇത് അനേകർക്ക് ആശ്വാസമായി തീരട്ടെ, പ്രത്യാശ പുതുക്കട്ടെ. വേഗം വരുന്ന കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിപ്പാൻ സഹായിക്കും. ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിപ്പാൻ ഞങ്ങളെ സഹായിക്കും. യേശു കർത്താവ് നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് വചനങ്ങളാൽ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.